പ്രയാഗ്രാജ് കുംഭമേളയിൽ നിന്നും ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് മണ്ണിലേക്ക് എത്തി കൊല്ലം പന്മന ആശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ. സനാതനധർമ്മ തേജസ്സായ കുംഭമേളയുടെ മറ്റൊരു പതിപ്പായാണ് സ്വാമി ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിനെ വിശേഷിപ്പിച്ചത്. കുംഭമേള മാതൃകയിൽ കേരളത്തിൽ പമ്പ ആലുവ നദീതടങ്ങളിൽ ഹൈന്ദവ മഹോത്സവങ്ങൾ നടത്തണമെന്ന ആശയവും സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ ജനം ടിവിയോട് പങ്കുവച്ചു. 113ാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് പുരോഗമിക്കുകയാണ്. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള സന്യാസി ശ്രേഷ്ഠർ ഹൈന്ദവ ധർമ്മ സംസ്കാര പാരമ്പര്യത്തിൻ്റെ വിജ്ഞാന കാര്യങ്ങളുമൊക്കെയായിട്ട് ഇവിടെ സജീവമാകുന്നു. ആ മഹത് വചനങ്ങൾ ശ്രവിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി ആളുകൾ പരിഷത്ത് വേദിയിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. കൊല്ലം പന്മന ആശ്രമത്തിലെ സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്വാമി, ഇവിടുത്തെ ഈ സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ, ആ ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോൾ കുഞ്ഞുങ്ങൾ മുതൽ വലിയ സന്യാസി ശ്രേഷ്ഠർ വരെയുള്ള ആളുകളെ സാന്നിധ്യം ഇവിടെ കാണാൻ കഴിഞ്ഞു. എന്താണ് സ്വാമിക്ക് അനുഭവപ്പെടുന്നത്? ഓം ശ്രീ വിദ്യാധിരാജായ നമ. ഈ ചെറുകോൽപ്പുഴ ഹിന്ദുധർമ്മ പരിഷത്തിന് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെക്കാൾ എല്ലാവരെക്കാളും പ്രായമുണ്ട്. എന്നാൽ ചട്ടമ്പിസ്വാമി തിരുവഴികൾ ജീവിച്ചിരുന്ന സമയത്താണ് ഇത് ആരംഭിച്ചത്. ഏപ്രിൽ 29-ന് പന്മന ആശ്രമത്തിൽ വെച്ച് ചട്ടമ്പിസ്വാമി തിരുവഴികളുടെ 101 സമാധി വാർഷിക ദിനം ആചരിക്കുകയാണ്. ഇത്തവണത്തെ പ്രത്യേകത ഒരു വലിയ സന്യാസി സമ്മേളനത്തോടു കൂടിയാണ് ഞങ്ങളത് നടത്തുന്നത്. ഇപ്പോൾ ഞാൻ മിനിഞ്ഞാന്നാണ് പ്രയാഗ് കുംഭമേള കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. പ്രയാഗ്രാജ് കുംഭമേളയിൽ അനുഭവിച്ച ആ ഹൈന്ദവ ധർമ്മത്തിൻ്റെ, സനാതന ധർമ്മത്തിൻ്റെ തേജസ് വളരെ അടുത്ത് ചാരത്തി എന്ന് ഞങ്ങൾക്ക് കാതോർത്ത് അനുഭവിച്ചറിയാൻ സാധിച്ചു. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ 103 വർഷമായി ഈ പമ്പയുടെ മണൽപ്പരപ്പിൽ നടക്കുന്നത്. കാരണം ഞങ്ങൾ ഗംഗാ യമുന മണൽപ്പരപ്പിൽ നിന്നാണ് ഇങ്ങോട്ടിപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. എൻ്റെ ഗുരുനാഥൻ ശ്രീമദ് പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമികൾ ഇപ്പോഴും അവിടെ തന്നെയാണ് ഉള്ളത്. ഞാനും അങ്ങോട്ട് പോകുന്നുണ്ട് വീണ്ടും അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പതിപ്പ് തന്നെയാണ് ഈ പമ്പ മണൽപ്പരപ്പിൽ നടക്കുന്ന ഈ കൺവെൻഷൻ. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ ഹിന്ദുവിൻ്റെ അഭിമാനം എന്താണെന്നും സന്യാസി ശ്രേഷ്ഠന്മാർക്ക് നമ്മുടെ ഭാരത ധർമ്മത്തിൽ, കാരണം ആർഷഭാരത സംസ്കാരമാണ്, ഋഷിമാരാൽ പ്രവൃദ്ധമാണ് നമ്മുടെ സംസ്കാരം, അതിനെ എന്താണ് എന്ന് തിരിച്ചറിയിക്കുവാനും ഈ ഭാരതത്തിലെ ഹൈന്ദവ ജനതയ്ക്ക് അവനവൻ്റെ ശക്തി എന്താണെന്ന് വിളിച്ചറിയിക്കുവാനും നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഉദ്യമം തന്നെയാണ് ഇത്. അതിന് ഞങ്ങൾ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരുടെയും എല്ലാവിധ അനുഗ്രഹവും പ്രാർത്ഥനയും ഇതിനുണ്ടായിരിക്കും. ഇത് നടത്തി വരുന്ന നമ്മുടെ പ്രിയ സഹോദരന്മാർക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഹിന്ദു മഹാസമ്മേളനം ഇനി അവിടെ കുംഭമേളയൊക്കെ പോലെ ഒരു വലിയ കേരളത്തിൻ്റെതായ ഒരു സാംസ്കാരിക പാരമ്പര്യ, സനാതന പാരമ്പര്യത്തിൻ്റെ ഒരു പിന്തുടർച്ച പോലെ വരും വർഷങ്ങളിലും ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അങ്ങ് പങ്കുവയ്ക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായും. കാരണം ഇപ്പം ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ സമ്പ്രദായത്തെയും പ്രതിനിധീകരിച്ച് 21 മഠാധിപതിമാരാണ് അവിടെ പോയത്. മാർഗദർശക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളവിടെ പോവുകയും 6 ദിവസത്തോളം അവിടെ പ്രയാഗ്രാജ് വിശ്വ ഹിന്ദു പരിഷത്ത് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന് അവിടെയും സാധിച്ചു. ഞങ്ങളുടെ ഈ യാത്രയിലുടനീളം നമ്മൾ ചർച്ച ചെയ്ത പ്രധാന കാര്യം ഇതാണ്. ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ തീരുമാനിച്ച് ഞങ്ങളിപ്പം ഒക്ടോബർ മാസം വിജയദശമിയോടുകൂടി ഒരു രഥയാത്ര കാസർഗോഡ് നിന്നും ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ കദ്രോളി ക്ഷേത്രത്തിൽ നിന്ന് ദീപം കൊണ്ടുവന്ന് തിരുവനന്തപുരം വരെ എത്തത്തക്ക രീതിയിൽ 41 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു രഥയാത്ര, ഒരു സന്ദേശയാത്ര നടത്താനുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഔദ്യോഗികമായിട്ട് പിന്നീട് അത് വേണ്ടപ്പെട്ടവർ അറിയിക്കുന്നതാണ്. അതിനൊക്കെ ഈ ഒരു സഭയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കും. അതോടുകൂടി നമുക്ക് ഈ സന്യാസിമാർക്ക് എന്താണ് അവരുടെ പ്രാധാന്യമെന്ന് കേരളത്തിനെ ബോധ്യപ്പെടുത്തുക. ആ ഒരു വടക്കേ ഇന്ത്യയിലൊക്കെ അങ്ങനെയുണ്ട്, കേരളത്തിന് അത്രയൊരു പ്രാധാന്യമില്ല എന്നൊന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു യുവ സന്യാസി അവിടെ ജുനൈദ് അക്കായയുടെ മഹാമണ്ഡലേശ്വരായിട്ട് അഭിഷിക്തനുമായിട്ടുണ്ട്, ആനന്ദവനം ഭാരതി. അത് വലിയ കാര്യം തന്നെയാണ്. കാരണം വടക്കേ ഇന്ത്യയിലേക്ക് തെക്കേ ഇന്ത്യക്ക് ലഭിക്കുന്ന ഒരു വലിയ ബഹുമതി കൂടിയാണ് ആനന്ദവനം ഭാരതിയെ അവിടെ ജുനൈദ് അക്കാഡ മഹാമണ്ഡലേശ്വരായിട്ട് അഭിഷേകം ചെയ്തത്. അപ്പോൾ അദ്ദേഹവും തന്നെ നമുക്ക് പറയുന്നുണ്ട്, ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം 2-3 വർഷമായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, കേരളത്തിൽ നമുക്ക് ഈ പമ്പാ നദീതടത്തിലും അതുപോലെ ആലുവ നദീതടത്തിലുമൊക്കെ ഈ കുംഭമേളയ്ക്ക് സമാനമായ രീതിയിൽ എന്തെങ്കിലും ഹൈന്ദവ ധർമ്മത്തിൻ്റെ പ്രതിഷ്ഠ ഉറപ്പാക്കുന്ന എന്തെങ്കിലും ഒരു പ്രക്രിയ നടത്തണമെന്ന് പറയുന്നുണ്ട്. സനാതനധർമ്മ പാരമ്പര്യത്തിൻ്റെ പ്രചോദനങ്ങൾ
അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കുംഭമേളയ്ക്ക് സമാനമായ രീതിയിലുള്ള ആശയങ്ങൾ അത് പമ്പാ തീരത്തുമൊക്കെ നടപ്പാക്കുന്നതിനുള്ള ഒരു മഹത് കാര്യമാണ് സ്വാമിജി ഇപ്പോൾ പങ്കുവച്ചത്. ക്യാമറമാൻ അജയ് നാർക്കൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.